ഒരുപക്ഷെ ശ്രീ കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് വൈദ്യുതി മന്ത്രിയാകാൻ വേണ്ടിയിട്ട് പോയി അവിടെ വടക്കാഞ്ചേരിയിൽ പരാജയപ്പെടാതെ ഇരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഈ ആരോഗ്യവകുപ്പ് എന്നും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാബും സ്കാനിങ് സെൻറ്ററും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻ, ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് മെഷീൻസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും അത് ഒരാഴ്ചക്കുള്ളിൽ കേടായി പോകും. കെ മുരളീധരൻ അന്വേഷിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജുകൾക്ക് ഒരു നിശ്ചിത പരിധിക്കകത്ത് സ്കാനിങ് സെൻ്ററുകളും അതോടൊപ്പം തന്നെ ലാബുകളും അനുവദിക്കില്ല എന്നൊരു തീരുമാനമെടുക്കണമെന്ന് ഈ MBBS പഠിച്ചിട്ടിരിക്കുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ 10-30 ലക്ഷത്തോളം രൂപ ചെലവഴിക്കുന്നുണ്ട്. ഇവർ പഠിച്ചിറങ്ങിയതിന് ശേഷം 1-2 വർഷം മാത്രമാണ് മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ മറ്റ് താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രിയിലൊക്കെ സേവനം അനുഷ്ഠിക്കുന്നത്. അതിനുശേഷം ഇവർ പുറത്തേക്ക് പോവുകയാണ്. നമസ്കാരം സാർ. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പഴി കേട്ടതും ഒരുപക്ഷെ സർക്കാരിന് താഴെ ഇറക്കാൻ വരെ കാരണങ്ങളിൽ ഒന്നുമായ ഒരു വകുപ്പായിരുന്നു ആരോഗ്യവകുപ്പ്. ഇപ്രാവശ്യം കെ മുരളീധരൻ അത് ചോദിച്ചെടുക്കുക ചെയ്തത്. ഒരുപക്ഷെ കൃത്യമായ പഠനം നടത്തി അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടായിരിക്കാം. ഇപ്പോൾ തുടക്കത്തിൽ ആദ്യ ദിവസങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് വ്യക്തമാക്കുന്നതാണ്. ഒരുപക്ഷെ തുടക്കത്തിൻ്റെ ഒരു ആവേശമാവാം, അതല്ല ഇനി കേരളത്തിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയും ഈ വകുപ്പിൻ്റെ നിലവിലെ അവസ്ഥയും, അതായത് ഡോക്ടർമാരുടെ എണ്ണം, സ്റ്റാഫുകളുടെ എണ്ണം ഉണ്ട്, വകുപ്പിന് നീക്കി വെച്ചിരിക്കുന്ന വിഹിതമുണ്ട്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അതോ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിലെ ആ ആവേശം തന്നെയാണോ അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങളുടെ ഒരു പിന്നിലെ? ശ്രീ കെ മുരളീധരൻ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ മകൻ ആണ് എന്ന ഒരു ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടാവണം. അതിനനുസരിച്ചിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഡർ ശ്രീ കെ കരുണാകരൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു വലിയ നേതാവാണ്. ഒരുപക്ഷെ ശ്രീ കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് വൈദ്യുതി മന്ത്രിയാകാൻ വേണ്ടിയിട്ട് പോയി അവിടെ വടക്കാഞ്ചേരിയിൽ പരാജയപ്പെടാതെ ഇരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ കയ്യടിക്ക് വേണ്ടിയിട്ട് അനാവശ്യമായ പ്രഖ്യാപനങ്ങളിലേക്കൊക്കെ ശ്രീ കെ മുരളീധരൻ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് വളരെ അപഹാസ്യനായ ഒരു മന്ത്രിയായിട്ട് അദ്ദേഹം മാറാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ സർക്കാർ 2 ടേം വന്നിരുന്നു. അതിൽ ആദ്യ ടേമിലെ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയെ സംബന്ധിച്ചിട്ട് അവരാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് തന്നെ കാരണമായിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രി. എന്നാൽ 2ാം പിണറായി സർക്കാരിൽ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ധാർഷ്ട്യവും അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയും ഒക്കെ ആ സർക്കാരിന് ഒരുപാട് പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അവർക്ക് തന്നെ അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നിശിതമായ വിമർശനങ്ങൾ ഏൽക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. കെ മുരളീധരൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ എടുത്ത് നമ്മൾ പരിശോധിക്കുക. മന്ത്രിയായതിനു ശേഷം പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജ്, വീണ്ടും ഒരു മെഡിക്കൽ കോളേജുകൾ കൂടി കൊണ്ടുവരും. ഇതൊക്കെ നല്ല കാര്യമാണ്. അതുകൂടാതെ തന്നെ ഡോക്ടർമാരെയും നഴ്സുമാരെയൊക്കെ നിയന്ത്രിക്കും. അതും നല്ല കാര്യമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തിൽ പുതിയ കെട്ടിടങ്ങൾ പണിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശുപത്രി കെട്ടിടങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. പലയിടങ്ങളിലും ഉള്ള ആശുപത്രി കെട്ടിടങ്ങളിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലൊക്കെ വന്നിരിക്കുന്ന ചില ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ പോയി സന്ദർശിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കെട്ടിടങ്ങൾ വളരെ വലുതായിട്ടുണ്ട്. പക്ഷേ പുതിയ ഡോക്ടർമാർ, നഴ്സുമാരുടെയൊക്കെ നിയമനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൂടാതെ ആവശ്യത്തിനുള്ള മരുന്നുകൾ, ലാബ് ഫെസിലിറ്റികൾ, സ്കാനിങ് സെൻ്ററുകൾ, ഇതൊക്കെയാണ് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദിവസങ്ങളോളം നിന്നിട്ടാണ് ഈ നമുക്ക് സ്കാനിങ്ങിന് ഒരു അപ്പോയിൻമെൻറ്റ് തന്നെ കിട്ടുക. അങ്ങനെയുള്ള ഒരുപാട് പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ലാബ് പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളതാണ് ഈ ആരോഗ്യവകുപ്പ് എന്നും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാബും സ്കാനിങ് സെൻ്ററും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻ, ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് മെഷീൻസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും അത് ഒരാഴ്ചക്കുള്ളിൽ കേടായി പോകും. ഇത് കേടായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഇത് നന്നാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാവത്തില്ല. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ലാബുകളും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന സ്കാനിങ് സെൻ്ററുകളുടെയും സ്വാധീനമാണ് എന്നുള്ള കാര്യം ഒരു സത്യമാണ്. കെ മുരളീധരൻ അന്വേഷിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജുകൾക്ക് ഒരു നിശ്ചിത പരിധിക്കകത്ത് സ്കാനിങ് സെൻ്ററുകളും അതോടൊപ്പം തന്നെ ലാബുകളും അനുവദിക്കില്ല എന്നൊരു തീരുമാനമെടുക്കണമെന്ന്. അതായത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ വരുന്ന എല്ലാ ആളുകൾക്കും അവിടെ ലാബ് ഫെസിലിറ്റിയും സ്കാനിങ് ഫെസിലിറ്റിയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക.
അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുക. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജുകളിലും മറ്റു പല കോളേജുകളിലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ട്, HDC. ഈ HDC നിശ്ചയിക്കുന്ന ചില താൽക്കാലിക ജീവനക്കാരാണ് ഉള്ളത്. ഇതിപ്പോൾ ഏതൊക്കെയായാലും കാരണം മൊത്തത്തിൽ ഷോർട്ടേജ് ഉള്ള ആളുകളുടെ എത്രത്തോളം ആളുകൾ സ്റ്റാഫ് ഈ ഹോസ്പിറ്റലുകളിൽ ആവശ്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കണക്കെടുപ്പാണ് ആദ്യം ശ്രീ കെ മുരളീധരൻ നടത്തേണ്ടത്. അതിനുശേഷം ആവശ്യത്തിനുള്ള നഴ്സുമാരെയും ലാബ് അസിസ്റ്റന്റുമാരെയും അതോടൊപ്പം തന്നെ ഡോക്ടർമാരെയും ഒക്കെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഏറ്റവും ആദ്യം ഉണ്ടാക്കേണ്ടത്. ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം വളരെ സുഗമമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. അതുകൂടാതെ തന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലുമുള്ള ഈ ലാബ് ഫെസിലിറ്റിയും അതോടൊപ്പം തന്നെ സ്കാനിങ് ഫെസിലിറ്റിക്കും ഒരു ഓഡിറ്റിംഗ് ഉണ്ടാവണം. അതെന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാണെങ്കിൽ അതിന് കാരണം എന്താണ്, അത് കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഒരു മെഷീൻ മേടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ കമ്പനി അതിനൊരു സർവീസ് ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കമ്പനി കൃത്യമായിട്ട് സർവീസ് നടത്തുന്നുണ്ടോ, ആ സർവീസ് ലഭിക്കാതെ വന്നതുകൊണ്ടാണോ ഈ മെഷീൻ കേടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉപയോഗിച്ചിട്ടാണോ ഇത് കേടായത്, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു പഠനം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പരിശോധിക്കേണ്ട മറ്റൊരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 5 വർഷവും 10 വർഷവും ഒക്കെ സർക്കാർ സർവീസിൽ കയറിയതിനു ശേഷം, അതായത് പല മെഡിക്കൽ കോളേജുകളിലും അതോടൊപ്പം തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ജോലിക്ക് കയറിയതിനു ശേഷം പിന്നീട് 5 വർഷത്തേക്ക് അവധിയെടുത്ത് വിദേശ രാജ്യത്തേക്ക് പോയിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ 5 വർഷത്തേക്ക് അവധിയെടുത്ത് പോകുന്നവരുടെ എല്ലാ നിയമനങ്ങളും റദ്ദ് ചെയ്യണമെന്നേ. കാരണം 5 വർഷം അവധിയെടുത്ത് പോകുന്ന ആളുകൾ പിന്നെ വീണ്ടും പോയിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഒരു കുറച്ച് നാൾ ജോലി ചെയ്തതിനു ശേഷം പിന്നെ വീണ്ടും 5 വർഷത്തെ അവധി എടുത്തിട്ടാണ് ഇവർ വിദേശത്തേക്ക് പോകുന്നത്. അവർ വിദേശത്ത് പോയി ആവശ്യത്തിലധികം പണം ഏൺ ചെയ്തതിന് ശേഷം അവരുടെ ആയുസിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പെൻഷൻ പറ്റുന്ന ഒരു 5-6 വർഷം മുമ്പ് വീണ്ടും തിരിച്ചെത്തി വീണ്ടും സർവീസിൽ കയറുന്ന അവർക്ക് സർക്കാർ അതിനനുസരിച്ചുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു കാലാവധി ഒന്നും മാറ്റാൻ പറ്റത്തൊന്നുമില്ല. ആ കാലാവധിക്കനുസരിച്ചുള്ള ശമ്പള സ്കെയിൽ നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ അതിനനുസരിച്ചിട്ടുള്ള പെൻഷൻ നൽകേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ അധിക ബാധ്യത നമ്മുടെ സർക്കാരിൻ്റെ മേളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 വർഷമൊക്കെ ലോങ് ലീവ് എടുത്ത് വിദേശത്ത് ജോലിക്ക് പോകുന്ന ആളുകളെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യമാണ് സ്വകാര്യ പ്രാക്ടീസ്. ഈ സ്വകാര്യ പ്രാക്ടീസുകളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നൊക്കെ അതിശക്തമായ സമരങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സ്വകാര്യ പ്രാക്ടീസിനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്കായിരിക്കും പോവുക എന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. കാരണം ഡോക്ടർമാരുടെ സ്ഥാനത്ത് ഡോക്ടർമാർ തന്നെ ഉണ്ടാവണം. അത് മറിച്ച് ഏതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ഇരുത്തി രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ ഡോക്ടർമാരുടെ സ്ഥാനത്ത് ഡോക്ടർമാർ തന്നെ വേണ്ടി വരും. അതോടൊപ്പം തന്നെ നഴ്സുമാരുടെ സ്ഥാനത്ത് നഴ്സുമാർ തന്നെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള നിയന്ത്രണങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ പുതിയ കെട്ടിടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ പുതിയ കെട്ടിടങ്ങൾ പ്രവർത്തന സജ്ജമാക്കുകയാണ് കെ മുരളീധരൻ ആദ്യം നടത്തേണ്ടത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിക്കാതെ കിടക്കുന്ന ഏതൊക്കെ വാർഡുകളുണ്ട്, അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രികളുടെയും ജില്ലാ ആശുപത്രികളുടെയും പ്രവർത്തനരഹിതമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ ബിൽഡിംഗ് പണിതിട്ടും അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകളും അതോടൊപ്പം തന്നെ മെഷീനറീസും എത്താതെ കിടക്കുന്ന എത്ര കെട്ടിടങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ കണക്കെടുപ്പെടുത്തതിന് ശേഷം ആദ്യം അതൊക്കെ പ്രവർത്തന സജ്ജമാക്കിയതിന് ശേഷം മാത്രമേ പുതിയ ബിൽഡിങ്ങുകളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു സാധാരണ ഒരു അഡ്വൈസ്, ഒരു സാധാ പൗരൻ എന്നുള്ള രീതിയിലുള്ള അഡ്വൈസാണ് നമുക്ക് നൽകാനായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ആവശ്യ മരുന്നുകളുടെ ഒരു ലിസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കേണ്ടതുണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ആവശ്യമുള്ള മരുന്നുകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വെച്ചത്. ആ കമ്മീഷനെ കുറിച്ച് എൻ്റെ പേര് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. അന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം 22ഓളം മരുന്നുകളാണ് ആ ഒരു വിദഗ്ധ സമിതി കണ്ടെത്തിയതിന് ശേഷം പറഞ്ഞത് ഇത്രയും മരുന്നുകളുടെ ആവശ്യം മാത്രമേ ഇന്ത്യയിലുള്ളൂ, ബാക്കിയെല്ലാം അനാവശ്യമായിട്ടുള്ള കണ്ടന്റുകളാണ് വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊരു പഠനമുണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ഇംപ്ലിമെൻ്റ് ആ സർക്കാർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള സർക്കാരുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രാവശ്യം UDF സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണ് വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ പോലും നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ വന്ന് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. കാരണം പരീക്ഷണത്തിനുള്ള സാധ്യതകൾ ഉണ്ടാവും. മരുന്ന് പരീക്ഷണത്തിനുള്ള സാധ്യതകൾ കുറവായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രികൾക്ക് എന്നും വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു
സംവിധാനമാണ് ഈ പറഞ്ഞ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളൊന്നും അത്ര മോശമൊന്നുമല്ല. സർക്കാർ ആശുപത്രികളിലൊക്കെ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ഇപ്പോൾ ഈ മെഷീനറീസ് വന്നതിന് ശേഷം അതൊക്കെ കേടാക്കി വെച്ചിട്ട് മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി കേടാക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് പല സ്ഥലത്തും കാണാം. അതല്ലെങ്കിൽ അവർ ഒരു ഇല്ലാത്ത ഒരു റഷ്, ഇപ്പോൾ ഒരു രോഗിയെ സംബന്ധിച്ചിട്ട് അവന് സ്കാൻ ചെയ്യാൻ വേണ്ടി അവനെന്തിന് വയറിന് വേദന ഉണ്ടാവുന്നു, പെട്ടെന്ന് ഇതിന് അവനൊരു സ്കാൻ എടുക്കണം. സ്കാൻ എടുക്കുന്ന സമയത്ത് പറയണം ഇവിടെ ഇന്ന് ഇല്ല, നാളെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റന്നാളെ എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും തൊട്ടപ്പുറത്തുള്ള സ്വകാര്യ സ്കാനിങ് സെന്ററിനെ ആയിരിക്കില്ല ആശ്രയിക്കുന്നത്. ഇതിനൊക്കെയാണ് ഒരു പരിഹാരം അടിയന്തരമായിട്ട് കണ്ടെത്തേണ്ടത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മളുടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് MBBS പഠിച്ചിട്ടിറങ്ങുന്ന ഡോക്ടർമാരുണ്ട്. ഈ MBBS പഠിച്ചിട്ടിറങ്ങുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ 10-30 ലക്ഷത്തോളം രൂപ ചെലവഴിക്കുന്നുണ്ട്. ഇവർ പഠിച്ചിറങ്ങിയതിന് ശേഷം 1-2 വർഷം മാത്രമാണ് മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ മറ്റ് താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രിയിലും ഒക്കെ സേവനം അനുഷ്ഠിക്കുന്നത്. അതിനുശേഷം ഇവർ പുറത്തേക്ക് പോവുകയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് ഇതിനകത്തൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 10 വർഷമെങ്കിലും ഈ 30 ലക്ഷം അല്ലെങ്കിൽ 35 ലക്ഷത്തോളം രൂപ മുടക്കി ഒരു വിദ്യാർത്ഥിയെ MBBS പോലുള്ള ഒരു കോഴ്സ് പഠിപ്പിച്ചിറക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാകത്തക്ക രീതിയിൽ, നമ്മുടെ ആശുപത്രികൾക്ക് ഗുണകരമാകത്തക്ക രീതിയിൽ അവരുടെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. അതല്ല മറിച്ച് അവർ വിദേശത്തേക്ക് ജോലി തേടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് കരുതുക. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു നിശ്ചിത വർഷത്തിനുള്ളിൽ ഈ പണം, അവരുടെ കോഴ്സ് ഫീസ് തിരിച്ച് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ പോയേ മതിയാവൂ. കാരണം അതല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അധിക ബാധ്യതയായിട്ട് വരികയാണ്. കാരണം പൗരൻ്റെ അവകാശമാണ് എന്നൊക്കെ പറയാമായിരിക്കും. പക്ഷേ എങ്കിലും പ്രാക്ടിക്കലി നമ്മൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇനി വരുന്ന ആളുകൾക്കും പഠിക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എല്ലാം തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് കമ്പൽസറി ആയിട്ടും മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന MBBS സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഡോക്ടർമാർ ഇവിടെ സേവനം അനുഷ്ഠിക്കണം എന്നുള്ളൊരു നിബന്ധന കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ മരുന്നിൻ്റെ ലഭ്യത എന്ന് പറയുന്നത്, അപ്പോൾ ആവശ്യത്തിനുള്ള മരുന്നുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നീട് ഇപ്പോൾ പറയുന്നുണ്ട് മറ്റേ ആരെയും നിലത്ത് കടത്തി ചികിത്സിക്കില്ല എന്ന്. കാരണം ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തുന്ന രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ തിങ്ക് ചെയ്യുന്നതിനൊക്കെ അപ്പുറത്താണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു പഠനം നടത്താതെ ആരെയും നിലത്ത് കടത്തി ചികിത്സിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവാണ് മന്ത്രി ഇറക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രോഗികൾക്കും ട്രീറ്റ്മെന്റ് കിട്ടാത്ത അവസ്ഥ വരും. ട്രീറ്റ്മെന്റ് കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് വലിയൊരു പ്രതിഷേധമായിട്ട് മാറും. അഡ്മിറ്റ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതിഷേധമാണ്. അതുകൊണ്ട് രോഗികളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന് പറയുന്നു. എത്ര നല്ല സേവനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ നിന്ന് രോഗികൾക്ക് കൊടുത്താലും രോഗികളുടെ ഭാഗത്ത് നിന്ന് പരാതികൾ ഉണ്ടാവാതിരിക്കില്ല. 100% പരാതികൾ വരും. ആ പരാതികൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ സംഘർഷങ്ങളായിരിക്കും ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവുക. അപ്പോൾ കൃത്യമായ പഠനമാണ് ആദ്യം വേണ്ടത്. നിലവിലുള്ള ഹോസ്പിറ്റലുകളുടെ അവസ്ഥ എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ആ അവസ്ഥകളെക്കുറിച്ച് കണ്ടെത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നടപടികളിലേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളിലേക്ക് പോകേണ്ടത് എന്ന് ഓർക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇപ്പോൾ കാസർഗോഡ് പോലെയുള്ള ജില്ലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കാരണം അവിടെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കുടെയൊക്കെ ദുരിതം ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വേണ്ട മെഡിക്കൽ ഫെസിലിറ്റീസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കണം. അതായത് പിന്നോക്കം നിൽക്കുന്ന മേഖലകൾക്ക് എന്ന് വെച്ചാൽ സ്ഥലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അവിടേക്ക് കൂടുതൽ മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മറിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി ഇതിനൊക്കെയുള്ള ഒരു പൈസ എന്ന് പറയുന്നൊരു വലിയ ഘടകമുണ്ട്. ഈ പൈസ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതിനെക്കുറിച്ചും ഒരു ധാരണയൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് മന്ത്രിയോട് നമുക്ക് ഉപദേശിക്കാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുരളീധരനിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ലീഡർ ശ്രീ കരുണാകരനിൽ നിന്ന് കേരള സംസ്ഥാനം നേടിയിട്ടുള്ള നേട്ടങ്ങളാണ്. ലീഡർ ശ്രീ കരുണാകരനാണ് നവകേരളത്തെ ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ കരുണാകരൻ്റെ മകനായിട്ടുള്ള ശ്രീ മുരളീധരൻ ഉയർന്നു ചിന്തിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വെറും വാഗ്ദാനങ്ങളല്ല, പാലിക്കപ്പെടുന്ന വാഗ്ദാനങ്ങളുമായിട്ടായിരിക്കണം ആരോഗ്യമന്ത്രി മുരളീധരൻ കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത്. കാരണം കേരളത്തിലെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇന്നും വലിയ സ്ഥാനമുണ്ട് എന്ന കാര്യം ശ്രീ മുരളീധരൻ, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുരളിയേട്ടൻ മറന്നു പോകരുത് എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമേ നമുക്കിവിടെ നടത്താനുള്ളൂ.